ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, 3 മിനിറ്റാണ് സത്സ്വരൂപാനന്ദ സ്വാമിജി എനിക്ക് തന്നിരിക്കുന്നത്. ആ 3 മിനിറ്റിനുള്ളിൽ നിർത്താം എന്ന് ഞാൻ വാക്ക് തരികയാണ്. 4 ആയിപ്പോയാൽ ക്ഷമിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ചെറിയൊരു മഴയത്ത് ഒലിച്ചു പോകുന്നവരല്ല ഇവിടുത്തെ ഹിന്ദുക്കൾ. ഒരു മഴ നനഞ്ഞ് ജലദോഷം വന്നാൽ തളർന്നു പോകുന്നവരല്ല ഹിന്ദുക്കൾ എന്ന് കണ്ടു നിൽക്കുന്നവരെ പഠിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് മഹാഗണപതിയും ശ്രീ പത്മനാഭനും നമ്മുടെ ഗുരുക്കന്മാരും നമുക്ക് തന്നിട്ടുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കൂ. ഞാൻ സംസാരിച്ചതിന് ശേഷം 2 മണിക്കൂർ സ്വാമി പ്രസംഗിച്ചാലും ശരി, മഴ പെയ്യാതിരിക്കുവാൻ തക്ക രീതിയിലുള്ള സങ്കല്പ ശക്തിയുള്ള ആചാര്യന്മാർ നമ്മുടെ ഈ നാട്ടിലുണ്ട്, ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. അവരെ അനുഗ്രഹിക്കുവാനുള്ള കരുത്ത് ഇവിടുത്തെ ദേവീ ദേവന്മാർക്കുണ്ട്. ധർമ്മ സന്ദേശയാത്രയാണ്. ധർമ്മ സന്ദേശയാത്ര എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് ചോദിച്ചാൽ ധർമ്മം ലോപിക്കുമ്പോഴാണ്. ധർമ്മം ലോപിക്കുന്നതിന് തടസ്സക്കാരാരോ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ആദ്യത്തെ തടസ്സക്കാർ. നമ്മൾ വേണ്ടവണ്ണം ഉണരാതെയും ഉയരാതെയും പ്രവർത്തിക്കാതെയും ചിന്തിക്കാതെയും ഇരിക്കുന്നത് കൊണ്ടും ഐക്യതയില്ലാത്തത് കൊണ്ടും നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മഹത്വമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ശ്രീനാരായണനും ചട്ടമ്പിസ്വാമി തിരുവടികളും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളും സ്വാമി വിവേകാനന്ദനും പകർന്നു തന്ന ആത്മശക്തിയും ആശയവും സന്ദേശവും ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകാത്തതുകൊണ്ടും ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളുടെയും നിലനിന്നു വന്നിരുന്ന നമ്മുടെ ശക്തിയും കരുത്തും ഐക്യതയും എന്താണെന്ന് അറിഞ്ഞുകൂടാതെ സന്ധ്യയ്ക്ക് വിളക്ക് പോലും വയ്ക്കുവാൻ മറന്നുപോയ വികാരത്തിനു മാത്രം ഇടം കൊടുത്തുകൊണ്ട്, സ്വാർത്ഥതയ്ക്ക് മാത്രം ഇടം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഒരുപക്ഷെ പ്രേരിതരായ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇനിയും തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിൽ നിന്ന് അവരെ കേരള തനിമയിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇവിടെ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശക്തി പകരേണ്ടവരാണ് നമ്മൾ. മഴയത്ത് തകർന്നു പോകേണ്ടവരും തളർന്നു പോകേണ്ടവരും ഒലിച്ചു പോകേണ്ടവരുമല്ല നമ്മൾ. ഇത് നമ്മൾ ആലോചിക്കണം. കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സങ്കല്പങ്ങളെയും അതുപോലെ തന്നെ ശാസ്ത്രീയമായ സംവിധാനങ്ങളെയും ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തിരികെ കൊണ്ടുവന്ന് കുടുംബത്തെ ഭദ്രമാക്കുവാനും സമൂഹത്തെ ശക്തമാക്കുവാനും ഉള്ള പരിശ്രമം നടത്തേണ്ടത് സന്യാസിമാർ തന്നെയാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഹൈന്ദവരുടെ സനാതന ധർമ്മ ശരീരം ഇപ്പോൾ രോഗഗ്രസ്തമാണ്. നമ്മുടെ ഭാരതത്തിന്റെ സനാതന ധർമ്മ ശരീരത്തിന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ആ ക്യാൻസർ ബാധിച്ച ശരീരത്തെ ചികിത്സിക്കുവാൻ നമ്മുടെ സന്യാസിമാരാണ് ഡോക്ടർമാരായി എക്കാലവും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ആധുനിക ഭൗതിക മെഡിക്കൽ സയൻസ് നോക്കിയാലും ശരി, മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചികിത്സിക്കുവാനുള്ള പദ്ധതികൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. മനസ്സിനെ ചികിത്സിക്കുവാൻ ആചാര്യന്മാർ ശക്തരാണ്. അതിനുള്ള ശാസ്ത്രം അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഹൈന്ദവ ധാർമ്മിക ശരീരത്തിന് ഇതാ ഒരു ചികിത്സാ പദ്ധതിയായിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചികിത്സാ പദ്ധതി 2-3 വിധത്തിലുണ്ട്. 2-3 വിധത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഒന്ന് സുഖ ചികിത്സയാണ്, പിന്നെ ഒഴിച്ചിലും പിഴിച്ചിലുമൊക്കെയാണ്. പിന്നെ ചില ഡോക്ടർമാരുണ്ട്, അവർ ശസ്ത്രക്രിയ ചെയ്ത് ആവശ്യമില്ലാത്തതിനെയൊക്കെ എടുത്ത് പുറത്തു കളഞ്ഞ് ചികിത്സിക്കുന്ന സന്യാസിമാരാണ്. ഞാനും എന്റെ പാരമ്പര്യവും അത്തരത്തിലുള്ള സർജറി ചെയ്യുന്ന ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെയും ഒക്കെ കൂട്ടത്തിൽപ്പെട്ടതുകൊണ്ടാണ് ശബ്ദം അല്പം ഉറച്ചു പോകുന്നത്. കേസ് കൊടുത്ത് കളയരുത്, തീവ്രവാദി എന്ന് വിളിച്ചു കളയരുത്, അതുപോലെ കലാപമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞു കളയരുത്. അമ്മയെ തല്ലിയതല്ല തെറ്റ്, തല്ലിയെന്ന് പറഞ്ഞതാണ് തെറ്റ് എങ്കിൽ ആ തെറ്റ് അനുവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ അമ്മയെ തല്ലിയപ്പോൾ ആർക്കും വികാരമില്ല, തല്ലിയെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് പോലും. ആ തെറ്റേറ്റെടുത്തുകൊണ്ട് ഇതാ സന്യാസിമാർ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും മഠാധിപതികൾ, ഇവിടുത്തെ സർവ്വസമസ്ത ഗുരു പരമ്പരകളിലും പെട്ടവർ വളരെ ശക്തമായി വന്നു നിന്നുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ശിവഗിരിയിലെ മഠാധിപതിയായ സച്ചിദാനന്ദ സ്വാമികൾ വളരെ ശക്തമായി പ്രഖ്യാപിച്ചപ്പോഴാണ്. നാരായണ ഗുരുദേവൻ ഹിന്ദു ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്.
ആർക്കെങ്കിലും മതം മാറണമെങ്കിൽ അത് സനാതന ധർമ്മത്തിലേക്ക് മാറൂ എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു എന്നുള്ള സത്യം ഉറക്കെ പറയുവാൻ ശിവഗിരിയിലെ ഒരു ആചാര്യൻ തയ്യാറായി എങ്കിൽ ഈ ധർമ്മസമര സന്ദേശം, ഈ ധർമ്മസമര യാത്ര, ഈ ധർമ്മസന്ദേശയാത്ര സാർത്ഥകമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരെയും ചിന്തിപ്പിക്കുവാനും സനാതന ധർമ്മത്തിന്റെ ധാരയിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള ഒരു യാത്രയായി ഇത് പരിണമിക്കുമെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എന്റെ വാക്കിന്റെ ശക്തിയും ഉറവിടവും ചൈതന്യവും കരുത്തുമായ ആ ഗുരുസങ്കല്പത്തിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് 3 മിനിറ്റ് എന്ന് പറഞ്ഞതായി എന്നുള്ള വിചാരത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സീതാറാം.